മെക്സിക്കൻ ചരക്ക് തീവണ്ടി ഡബിൾ ഡെക്കർ ബസ്സുമായി കൂട്ടിയിടിച്ച് 60-ലധികം പേർക്ക് പരിക്ക്, 10 പേർ മരണമടഞ്ഞു. ആപ്പിൾ ഐഫോൺ 17 സീരീസ് ലോഞ്ച് ഇന്ന്. ഇന്ത്യയിൽ വില കുറയ്ക്കാൻ സാധ്യത. വ്യാപാരത്തിനും നിക്ഷേപത്തിനും സ്ഥിരതയുള്ള അന്തരീക്ഷമാണ് ലോകം ആഗ്രഹിക്കുന്നതെന്ന് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ എസ് ജയശങ്കർ. ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ രാവിലെ 10-ന് പ്രധാനമന്ത്രി ആദ്യ വോട്ട് രേഖപ്പെടുത്തി. തിരഞ്ഞെടുപ്പ് ഫലം വൈകുന്നേരം 6-ന് ശേഷം. സ്വർണ്ണവില കുതിപ്പ് തുടരുന്നു. ഒറ്റ ദിവസത്തിനിടെ 1000 രൂപ വർദ്ധിച്ച് പവന് 80,880 രൂപയായി ഉയർന്നു. കേരളത്തിൽ ഇന്നും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട്. പോലീസിനെതിരായുള്ള ആരോപണം. മുഖ്യമന്ത്രിക്ക് ആഭ്യന്തര വകുപ്പിന്റെ നിയന്ത്രണം നഷ്ടമായെന്നും സ്ഥാനമൊഴിയണമെന്നും രമേശ് ചെന്നിത്തല.